ഹായ് മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നന്നായിട്ട് പഠിച്ചിരുന്നു അല്ലേ സോയിലിനെ പറ്റിയൊക്കെ. എന്താ സോയിലിൻ്റെ ഡിഫിനിഷൻ ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്താ? ദ റോക്സ് ബ്രേക്ക് ഡൗൺ ഇൻ ടു സ്മോളർ പീസസ് ഡ്യൂ ടു വിൻഡ്, റെയിൻ ആൻഡ് ഹീറ്റ് ഓഫ് ദി സൺ. അങ്ങനെയാണ് സോയിൽ ഫോം ചെയ്യുന്നത് അല്ലേ. ഈ സോയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാ? വിച്ച് ആർ ദി ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് സോയിൽ? കളേഴ്സ് ഓഫ് സോയിൽ എന്താ? പറഞ്ഞേ പെട്ടെന്ന് പറഞ്ഞേ. റെഡ് സോയിലുണ്ട്, ലൈറ്റ് ബ്രൗൺ സോയിലുണ്ട്, ഡാർക്ക് ബ്രൗൺ സോയിലുണ്ട്, ബ്ലാക്ക് സോയിലുണ്ട്. അപ്പോൾ ഈ കളേഴ്സ് എങ്ങനെയാണ് കിട്ടിയേ? എന്തുകൊണ്ടാണ് ഈ കളേഴ്സ് കിട്ടാൻ കാരണം? ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ കളർ ഓഫ് ദി റോക്ക് അല്ലേ. ഡിപ്പെൻസ് ഓൺ ദ കളർ ഓഫ് ദി റോക്ക്. ടുഡേ നമുക്ക് ഇന്ന് എന്ത് ഡിസ്കസ് ചെയ്യാം? വാട്ട് ഡസ് സോയിൽ കണ്ടെയ്ൻ? ഇനി എന്താ ഈ സോയിലിൽ അടങ്ങിയിരിക്കണമെന്ന് നോക്കണ്ടേ? നമുക്കൊരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. കുറച്ച് മണ്ണ് നിങ്ങൾക്ക് ഗാർഡനിൽ നിന്നോ നിങ്ങളെ മുറ്റത്തു നിന്നോ എവിടെ നിന്ന് വെച്ചാൽ അവിടെ നിന്ന് കുറച്ച് മണ്ണ് കളക്ട് ചെയ്ത് ഒരു ജാറിലിട്ടതിന് ശേഷം വെള്ളവുമായി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ മണ്ണ് കുറച്ച് സമയം എന്ത് ചെയ്യുക? അതിനെ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. അപ്പോൾ നമുക്ക് ആ ജാറിൽ ഡിഫറെൻറ്റ് ലെയേഴ്സ് അവിടെ കാണാനായിട്ട് കഴിയും. നോക്കൂ, ഇതിലേക്ക് നോക്കൂ. ഫസ്റ്റ് ഒരു ലെയർ കാണുന്നില്ലേ? നമ്പർ 1 എന്ന് പറഞ്ഞൊരു ലെയർ കാണുന്നില്ലേ? സെക്കൻഡ് ഒരു ലെയർ കാണുന്നില്ലേ? തേർഡ്, ദെൻ ഫോർത്ത് അല്ലേ. ഇങ്ങനെ ലെയേഴ്സ് നമുക്കതിൽ കാണാനായിട്ട് കഴിയും. കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ഫസ്റ്റ് ലെയറിൻ്റെ പേര് അവിടെ പേരല്ല, അവിടെ എന്തൊക്കെയാണ് ആൾക്കാരുള്ളത് നോക്കാം. ടൈനി സ്റ്റോൺസ് ആൻഡ് പെബിൾസ്. അവിടെ ചെറിയ സ്റ്റോൺസും പെബിൾസും, അതായത് ചെറിയ കല്ലുകളും അതുപോലെ തന്നെ പെബിൾസ് സ്മൂത്തായിട്ടുള്ള ഗോലി പോലത്തെ കല്ലുകളും. നമ്മൾ കണ്ടിട്ടുള്ള സ്മൂത്തായിട്ടുള്ള നദികളുടെ തീരങ്ങൾക്കൊക്കെ ചെറിയ പെബിൾസ് നമുക്ക് കാണാൻ കഴിയും. അപ്പം അതേപോലത്തെ കല്ലുകൾ എന്തിൻ്റെ ഏറ്റവും ബോട്ടം ലെയറിൽ കാണാം. ദെൻ സാൻഡ്. അടുത്ത ലെയറിൽ എന്താ? സാൻഡ് നമുക്ക് കാണാനായിട്ട് കഴിയും. ദെൻ നോക്കൂ, ക്ലേ കാണാൻ കഴിയും. ഇതാ ശ്രദ്ധിച്ചു നോക്കൂ, മൂന്നാമത്തെ ലെയറിൽ എന്താ? മൂന്നാമത്തെ ലെയർ സൂക്ഷിച്ച് നോക്കിയാലേ നമുക്ക് കാണാൻ കഴിയും. കണ്ടോ, അവിടെ ക്ലേ ആണുള്ളത് മൂന്നാമത്തെ ലെയർ. ദെൻ ചെറിയൊരു ലെയർ കാണുന്നുണ്ടോ? ഫോർത്ത് ലെയർ, അവിടെ മഡാണ്. ദെൻ ഫിഫ്ത്ത് ലെയറിൽ എന്താ കാണുന്നത്? ഹ്യൂമസ് ആണ് കാണുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വിച്ച് ആർ ദ ലെയേഴ്സ് ഓഫ് ദി സോയിൽ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. ദ സ്റ്റോൺസ് ആൻഡ് പെബിൾസ് ആർ ദ ഫസ്റ്റ് ലെയർ, സാൻഡ് ഈസ് ദ സെക്കൻഡ് ലെയർ, clay is the third layer, and mud fourth layer, fifth layer is the humus. What is humus? അതായത് ഡെഡ് അനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും, അതായത് ചത്തുപോയ അനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും വേസ്റ്റ് കിടന്ന് മിക്സ് ആയിട്ടുള്ള മണ്ണ്, അതാണ് ഹ്യൂമസ്. ഇതിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള മണ്ണാണ് നമുക്ക് പ്ലാന്റ്സിന് അത്യാവശ്യം. എന്തിനു വേണ്ടി? പ്ലാന്റ്സ് ഫെർട്ടൈൽ ആവാൻ വേണ്ടി. ഫെർട്ടൈൽ എന്ന് വെച്ചാൽ എന്താ? വളക്കൂറുള്ളതാവാനായിട്ട് ഹ്യൂമസ് സോയിലാണ് ആവശ്യം. അപ്പോൾ വിച്ച് കമ്പോണൻറ്റ് ഓഫ് ദി സോയിൽ മേക്സ് ദ സോയിൽ മോർ ഫെർട്ടൈൽ എന്ന് ചോദിച്ചാൽ ഏതാ പറയുന്നത്? ഏത് ലെയറാ? ഹ്യൂമസ്. മറന്നു പോകരുതേ. വിച്ച് ലെയർ ഓഫ് ദി സോയിൽ മേക്സ് ദ which layer of the soil makes more fertile? ഹ്യൂമസ്. ഏതാണ്? ഹ്യൂമസ്. മനസ്സിലായല്ലോ ഏതൊക്കെയാ ലെയേഴ്സ്? ടൈനി സ്റ്റോൺസ് ആൻഡ് പെബിൾസ്, സാൻഡ്, ക്ലേ, മഡ്, ദെൻ ഹ്യൂമസ്. വാട്ട് ഈസ് ഫെർട്ടൈൽ സോയിൽ? നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ വലുതായതിനു ശേഷം ആരെങ്കിലും ചോദിക്കുകയാണ് ഫെർട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ? സോയിൽ ഇൻ വിച്ച് പ്ലാന്റ്സ് ഗ്രോ വെൽ. പ്ലാന്റ്സ് നന്നായിട്ട് വളരണമെങ്കിൽ എന്താ? സോയിൽ നന്നായിട്ട് ഫെർട്ടൈൽ ആയിരിക്കണം, അതായത് വളക്കൂറുള്ളത് ആയിരിക്കണം. മനസ്സിലായോ? ഇനി അടുത്ത് നമ്മൾ ഇപ്പോൾ പഠിച്ച എന്താ? സോയിലിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. സോയിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്ന് നമ്മൾ നന്നായിട്ട് നോക്കി. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സോയിൽ കണ്ടെയ്ൻസ് വാട്ടർ. സോയിലിൽ വെള്ളമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആ വെള്ളത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് വെള്ളം അടങ്ങിയിട്ടുള്ളത്? അപ്പോൾ ഇവിടെ പറഞ്ഞത് സോയിൽ ആൾസോ കണ്ടെയ്ൻസ് വാട്ടർ ട്രാപ്ഡ് ഇൻ ആസ് മോയ്സ്ചർ അല്ലേ. സോയിലിൽ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. നമ്മൾ സാധാരണ സോയിലാണ് കുഴിച്ച് കിണറായ സോയിലിൻ്റെ കാര്യമല്ല പറഞ്ഞ. കിണറിൽ അവിടെ എന്തായാലും വാട്ടറിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. നമ്മുടെ അല്ലാത്ത സോയിലിൽ വാട്ടറിൻ്റെ കണ്ടൻ്റ് ഉണ്ടോ എന്ന് നമ്മളൊരു ആക്ടിവിറ്റിയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? തെളിയിക്കണം. നമുക്ക് നോക്കാം ആ ആക്ടിവിറ്റി എന്താണ്.
നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ടു ഡെമോൺസ്ട്രേറ്റ് ദ പ്രസൻസ് ഓഫ് വാട്ടർ ഇൻ സോയിൽ. ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിൽ എയിം ഉണ്ടായിരിക്കും, നമുക്കൊരു ലക്ഷ്യം. അതായത് നമുക്കെന്താ സോയിലിൽ വെള്ളം ഉണ്ടോ, അതാണ് നമ്മുടെ എയിം. ടു ഡെമോൺസ്ട്രേറ്റ് ദ പ്രസൻസ് ഓഫ് വാട്ടർ ഇൻ സോയിൽ. എയിം എഴുതിയല്ലോ. മെറ്റീരിയൽസ് റിക്വയർഡ്. എന്താ മെറ്റീരിയൽസ് ആവശ്യമായിട്ടുള്ളത്? സം ഫ്രഷ് ഡഗ് സോയിൽ, എ സ്റ്റീൽ കണ്ടെയ്നർ, എ ഹീറ്റിംഗ് സ്റ്റൗ ആൻഡ് എ പീസ് ഓഫ് ക്ലോത്ത്. ഇത്രയുമാണ് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്. സം ഫ്രഷ്ലി ഡഗ് സോയിൽ, നന്നായിട്ട് കുഴിച്ചെടുത്ത കുറച്ച് മണ്ണ്, എ സ്റ്റീൽ കണ്ടെയ്നർ, ഒരു സ്റ്റീൽ പാത്രം, എ ഹീറ്റിംഗ് സ്റ്റൗ, ഒരു ഹീറ്റിംഗ് സ്റ്റൗ ആൻഡ് എ പീസ് ഓഫ് ക്ലോത്ത്. എക്സ്പെരിമെൻറ്റ് സ്പീഡിൽ കുറച്ച് വേഗത്തിൽ ഞാൻ പറയാം. മെത്തേഡ് എങ്ങനെയാണ്? പുട്ട് സം സോയിൽ ഡഗ് ഫ്രം ദ ഗാർഡൻ ഇൻ ടു സ്റ്റീൽ കണ്ടെയ്നർ. നമ്മളത് കുറച്ച് മണ്ണെടുത്തിട്ട് സ്റ്റീൽ കണ്ടെയ്നറിലിടുക. കവർ ദ കണ്ടെയ്നർ വിത്ത് ഇറ്റ്സ് ലിഡ് ടൈറ്റ്ലി. അതിൻ്റെ കവർ മൂടി, അതിൻ്റെ പുറം മൂടി നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ച് വയ്ക്കുക. ഹീറ്റ് ദ കണ്ടെയ്നർ ഫോർ സം ടൈം. എന്നിട്ട് കുറച്ച് നേരം ആ പാത്രത്തിന് നന്നായി ചൂട് വെക്കുക. മണ്ണാണ് എടുത്തിട്ട് ചൂടാക്കുന്നത് എന്നൊരു ഓർമ്മ വേണം. റിമൂവ് ദ ലിഡ് കെയർഫുള്ളി യൂസിങ് ദ ക്ലോത്ത് മേക്ക് ഷുവർ യു ഡു നോട്ട് ഹേർട്ട് യുവർ ഹാൻഡ്. നിങ്ങളുടെ കൈക്ക് കേടൊന്നും വരാതെ സൂക്ഷിച്ച് എന്ത് ചെയ്യുക, ആ മൂടി എടുത്ത് മാറ്റുക. നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയും, അതാണ് മെയിൻ പോയിന്റ്. ഒബ്സർവ് ദ ലിഡ്. ആ അടപ്പിൽ നമ്മൾ നോക്കുക, എന്തൊക്കെ കാണാം? യു വിൽ നോട്ടീസ് സം സ്റ്റീം കമ്മിങ് ഔട്ട് ഓഫ് ദി സോയിൽ ആൻഡ് മെനി വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വോംഡ് ഓൺ ദ ഇൻസൈഡ് ഓഫ് ദി ലിഡ്. ആ അടപ്പ് പാത്രത്തിൻ്റെ മുകളിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കൺക്ലൂഷൻ എന്ത് പറയാം? ദിസ് ഷോസ് ദാറ്റ് സോയിൽ കണ്ടെയ്ൻസ് വാട്ടർ. ഈ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് എന്ത് പറയാം? സോയിലിൽ വെള്ളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ, സോയിലിൽ വെള്ളം അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ സോയിൽ കണ്ടെയ്ൻസ് വാട്ടർ അല്ലേ. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താ? ഫോർമേഷൻ ഓഫ് സോയിൽ. പിന്നെ എന്ത് പഠിച്ചു? വാട്ട് ഡസ് സോയിൽ കണ്ടെയ്ൻ. എന്തൊക്കെയാണ് സോയിലിൽ അടങ്ങിയിരിക്കുന്നത്, അതിൽ ഡിഫറെൻറ്റ് ലെയേഴ്സ് നമ്മൾ നോക്കി. ദെൻ തേർഡ് വൺ എന്താ? സോയിൽ കണ്ടെയ്ൻസ് വാട്ടർ. സോയിൽ എന്താ, വാട്ടർ അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. മതി, ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്രത്തോളം മതി, ഇത്രയും മതി. ആദ്യം തൊട്ട് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഈ സോയിൽ എന്ന പാഠഭാഗത്തിൽ നമ്മൾ ആദ്യം പഠിച്ചത് എന്താ? ഫോർമേഷൻ ഓഫ് സോയിൽ, ദ rocks break down into smaller pieces due to wind, rain and heat of the sun. Then നമ്മൾ എന്താ? ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് സോയിൽ എങ്ങനെ പഠിച്ചു? ഡിഫറെൻറ്റ് കളേഴ്സ് ഏതൊക്കെയാണ്? റെഡ്, ലൈറ്റ് ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ ആൻഡ് ബ്ലാക്ക്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കളർ ഓഫ് ദി റോക്ക്. അത് മെയിൻ പോയിൻ്റ് ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കളർ ഓഫ് ദി റോക്ക്. ദെൻ നമ്മൾ എന്താ പഠിച്ചേ? വാട്ട് ഡസ് സോയിൽ കണ്ടെയ്ൻ? ഡിഫറെൻറ്റ് ലെയേഴ്സ് പഠിച്ചു. ഫസ്റ്റ് ലെയർ ഏതാ? ടൈനി സ്റ്റോൺസ് ആൻഡ് പെബിൾസ്. സെക്കൻഡ് സാൻഡ്, തേർഡ് ക്ലേ, ഫോർത്ത് മഡ്, ഫിഫ്ത്ത് ഹ്യൂമസ്. അതിൽ ഹ്യൂമസ് ഒന്ന് ശ്രദ്ധിച്ചോളണം. വാട്ട് ഈസ് ഹ്യൂമസ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അത് സോയിൽ മോർ ഫെർട്ടൈൽ ആവാൻ കാരണം ഹ്യൂമസ് ഉള്ളത് കൊണ്ടാണ്. പഠിച്ചല്ലോ. ഇനി എന്താ? സോയിൽ വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഉണ്ടോ എന്ന് നമ്മൾ എക്സ്പെരിമെൻറ്റിലൂടെ പ്രൂവ് ചെയ്തു. അപ്പോൾ സോയിൽ കണ്ടെയ്ൻസ് വാട്ടർ. നിങ്ങൾ പഠിക്കേണ്ടത് സോയിൽ കണ്ടെയ്ൻസ് വാട്ടർ. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കെന്ത് ഡിസ്കസ് ചെയ്യാം? സോയിൽ കണ്ടെയ്ൻസ് എയർ. ഇനി പറയുന്നു സോയിലിൽ എയർ ഉണ്ടെന്ന്. നമുക്കൊന്ന് അടുത്ത ക്ലാസ്സിൽ അതൊന്ന് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണെന്ന്. ശരി, താങ്ക് യു വെരി മച്ച്.